മുംബൈ ഇന്ത്യൻസ് വിഎസ് KKR മത്സരത്തിൽ ആ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ മത്സരത്തിന് ശേഷം ഹർദിക് പാണ്ഡ്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഭയങ്കര തമാശയായിട്ട് തോന്നി. കാരണം പാണ്ഡ്യ പറയുന്നത് ബോളേഴ്സിന് ഈ ഒരു മാച്ചിൽ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം 240, 250 എന്നുള്ള റണ്ണിലേക്ക് അവർ ഉയർത്തിയില്ല. അതുകൊണ്ട് ബോളേഴ്സിന് ഈ മാച്ചിൽ വലിയൊരു ക്രെഡിറ്റ് ഉണ്ടെന്നാണ് ഹർദിക് പാണ്ഡ്യ പറഞ്ഞത്. താനടക്കം മറ്റുള്ള ചില ബോളേഴ്സ് നല്ല രീതിയിൽ റൺസ് കൊടുത്തുകൊണ്ടായിരിക്കാം ഹർദിക് പാണ്ഡ്യ അങ്ങനെ പറയാനുള്ള ഒരു കാരണം. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മാച്ച് ജയിക്കാനുള്ള കാരണം 240ലേക്കോ 250ലേക്കോ റൺ എത്തിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് രോഹിത് ശർമ്മ അതുപോലെ തന്നെ ഡികോക്കിന് പകരക്കാരനായിട്ട് ഓവറായിട്ട് വന്ന റയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മേന്റെ കിഡ്ലൻ പെർഫോമൻസിലും അതുപോലെ തന്നെ ബോളേഴ്സിലാണെങ്കിൽ ഷർദുൽ തക്കൂറിന്റെ ഒരു കിഡ്ലൻ ഇമ്പാക്റ്റിലൂടെയാണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ജയിക്കാനുള്ള കാരണം. ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ജയിച്ചപ്പോൾ ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യ മത്സരം വിജയിക്കുന്നത്. അതുപോലെ തന്നെ രോഹിത് ശർമ്മന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ IPL അദ്ദേഹത്തിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 ആയിരുന്നു. 23 പന്തിൽ നിന്ന് 50 നേടിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ IPL കരിയറിലെ 50ാമത്തെ 50 ആയിരുന്നു അദ്ദേഹം ഇന്നലെ പൂർത്തിയാക്കിയത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ രോഹിത് ശർമ്മയെ സംബന്ധിച്ചുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രോഹിത് ശർമ്മ, റയാൻ റിക്കൽട്ടൺ അതുപോലെ തന്നെ ഷർദുൽ തക്കൂർ ഇവർ ഇമ്പാക്റ്റിലാണ് ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ജയിച്ചത്. പിന്നെ റഹാന്റെ കാര്യം പറയുകയാണെങ്കിൽ റഹാന നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. KKRന്റെ ബോളേഴ്സിൽ ഒരുപാട് ഇഞ്ചുറികൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളേഴ്സാണ് വന്നത്. അതുകൊണ്ടാണ് KKR തോൽക്കാനുള്ള സാധ്യതകൾ കൂടിയത്. ഓക്കെ, എനിവേ ഈ ഒരു സീസണിൽ ലെജൻസിന്റെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. കാരണം ആദ്യത്തെ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ RCBയിൽ വിരാട് കോഹ്ലി കിട്ടില്ല പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മ അടിപൊളി പെർഫോമൻസ് കാണിച്ചു. അതുപോലെ തന്നെ KKR റഹാനയും അടിപൊളി പെർഫോമൻസ് കാണിച്ചു. അപ്പോൾ ലെജൻസിന് ഈ സീസൺ ലെജൻസിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഈ സീസണിൽ ഉണ്ട്. സോ നമുക്ക് കാണാം. ഇനി ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് ഹാർദിക് പാണ്ഡ്യന്റെ ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോസ് ബൈ. ഇറ്റ്സ് മീ സ്കോറസ് മൈ.